അല്ല, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കോൺഗ്രസിൻ്റെ ഒരു വലിയൊരു വിമ്മിഷ്ടവും വലിയൊരു നിവൃത്തികേടുമാണ് നമ്മളിവിടെ കാണുന്നത് സത്യം പറഞ്ഞാൽ. കാരണം വെച്ചാൽ ഒരു ഐഡിയോളജിക്കലായിട്ട് ഒരു ഫേം ആയിട്ടുള്ള സ്റ്റാൻഡ് എടുക്കാൻ ഈ വോട്ട് ബാങ്ക് ഇപ്പോൾ കോൺഗ്രസിനെ അനുവദിക്കുന്നില്ല. അപ്പോൾ കോൺഗ്രസ് ഇപ്പോൾ അതെന്താണ് പറ്റിയതെന്ന് വെച്ചാൽ ഈ കഴിഞ്ഞ 3 സംസ്ഥാനങ്ങളിലും രാജസ്ഥാനിലെയും മധ്യപ്രദേശിലെയും ഛത്തീസ്ഗഡിലെയും തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പ്രതീക്ഷിച്ചതിനേക്കാളേറെ ഒരു മുൻതൂക്കം BJP കിട്ടിയതോടെ ഈ ഹിന്ദു വോട്ട് എന്ന് പറയുന്ന ഒരു ഭീകരമായ എന്തോ സാധനമാണ്, അത് നമ്മളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഇത് തിരിച്ചെടുക്കാൻ പറ്റില്ല, അത് BJP കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളൊരു ധാരണ പൊതുവെ രാജസ്ഥാനിലും മധ്യപ്രദേശിലും കോൺഗ്രസിന് 40% വോട്ടുണ്ട്. രണ്ടിടത്തെയും മുസ്ലിം ജനസംഖ്യ 10% താഴെയാണ്. 8%-വും 9%-വുമാണ് ഈ 2 സംസ്ഥാനങ്ങളിലെയും മുസ്ലിം പോപ്പുലേഷൻ. കോൺഗ്രസിന് അങ്ങനെയാണെങ്കിൽ ഇപ്പോഴും ഒരു ലാർജ് ചങ്ക് ഓഫ് വോട്ട് അവിടെ ഉണ്ട്. അത് അവിടെ തന്നെ നിൽക്കുമ്പോൾ കോൺഗ്രസ് അങ്ങനെ അയ്യോ എല്ലാം പോയേ എന്ന് ആശങ്കപ്പെടേണ്ട കാര്യമുണ്ടോ? പോപ്പുലർ വോട്ട് നമ്മൾ ഈ 5 സംസ്ഥാനങ്ങളിൽ അങ്ങനെ ആശങ്കപ്പെടേണ്ട കാര്യമില്ലെങ്കിലും ഈ അടിയൊഴുക്കുകൾ, കാരണം വെച്ചാൽ നമ്മളെ ഈ ഉത്തർപ്രദേശിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ മധ്യപ്രദേശിൽ ചെല്ലുമ്പോൾ എന്താ വിഷയം വെച്ചാൽ അവിടെ കോൺഗ്രസോ BJP രാമന്റെ ഇഷ്യൂ, രാമക്ഷേത്രം അല്ലെങ്കിൽ മതം അല്ലെങ്കിൽ ഇത്തരം ഐക്കൺസ് വരുമ്പോഴത്തേക്കും ഈ രാഷ്ട്രീയം പിന്നിൽ പോകും. നമ്മുടെ നാട്ടിലെ പോലെയല്ല അവിടെ. ഇപ്പോൾ രാമൻ എന്നുള്ള സംഗതി വരുമ്പോൾ ഇപ്പോൾ മുലായം സിംഗ് പോലും അവസാനം പറയേണ്ടി വന്നിട്ടുണ്ട്, അവിടെ ബാബറി മസ്ജിദ് പൊളിക്കുന്നതിനെ ഞാൻ എതിരായുള്ളൂ, രാമക്ഷേത്രം വരുന്നതിന് ഞാൻ എതിരില്ലെന്ന് മുലായം സിംഗ്. കാരണം ഈ കർഷകരെ വളരെ കർശനമായിട്ട് നേരിട്ടുള്ള ആളാണ് മുലായം സിംഗ് യാദവ്. അപ്പോൾ അത്തരത്തിലൊരു പൊളിറ്റിക്സ് അവിടെ ഉണ്ട്. ഇവിടെ കോൺഗ്രസ് ചെയ്യേണ്ടത്, ഞാൻ ഈ മിസ്റ്റർ ഫൈസി പറഞ്ഞുകൊണ്ട് ഞാൻ യോജിക്കുന്നുണ്ട്. കാരണം ചേട്ടനോ, എപ്പോഴും ഐഡിയോളജിക്കലായിട്ട് നമ്മൾ ഫേമപ്പ് ആയില്ലെങ്കിൽ പിന്നെ നമ്മുടെ മുന്നിൽ രാഷ്ട്രീയം ഉണ്ടാവില്ല. ഇവിടെ കോൺഗ്രസിന് പറ്റിയ ഒരു അബദ്ധത, ഒന്നുകിൽ നിങ്ങൾ തീരുമാനിക്കണമായിരുന്നു, കോൺഗ്രസ് തീരുമാനിക്കണമായിരുന്നു ഞങ്ങൾ ഇതിന് പോകുന്നില്ല. പിന്നെ മറ്റൊരു കാര്യം, നിങ്ങൾ ടാർഗറ്റ് മുസ്ലിം വോട്ടുകൾ അല്ലെങ്കിൽ ന്യൂനപക്ഷ വോട്ടുകൾ കോൺഗ്രസിനെ ടാർഗറ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുകയില്ല എന്നുള്ള അവസ്ഥ ഇപ്പോൾ ഉത്തരേന്ത്യയിൽ ഹിന്ദി ഹൃദയഭൂമിയിലുണ്ട്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളൊരു ഓൾട്ടർനേറ്റീവ് പൊളിറ്റിക്കൽ പ്ലാൻ ഉണ്ടാക്കാൻ കോൺഗ്രസിന് പറ്റിയില്ല. കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ പരാജയം അവിടെയായിരുന്നു. മുസ്ലിം വോട്ടുകൾ ഞങ്ങൾക്ക് ബൾക്കായിട്ട് പണ്ട് കിട്ടിയ പോലെ കിട്ടുന്നില്ല, അത് ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്യപ്പെട്ടു പോയി. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ള ഒരു ഓൾട്ടർനേറ്റീവ് പ്ലാൻ ഉണ്ടാക്കാൻ കോൺഗ്രസിന് യഥാർത്ഥത്തിൽ വിഷയം വോട്ട് തന്നെയാണ് ഇക്കാര്യത്തിൽ. അപ്പോൾ അതാണ് ഈ സന്ദിഗ്ധാവസ്ഥയിൽ കോൺഗ്രസിനെ കൊണ്ടുവന്ന് എത്തിച്ചത്. ന്യൂനപക്ഷ വോട്ടുകൾ കൈവിടുകയും ഹിന്ദു വോട്ടുകൾ ഞങ്ങൾ ആഗ്രഹിച്ചവർ ഞങ്ങളിലേക്ക് വരുന്നില്ല എന്നുള്ള ഭയം, അത് മോഡി കൊണ്ടുപോവുകയും ചെയ്യുമ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യുന്നുള്ള ഭയമാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസിനെ ഈ സന്ദിഗ്ധാവസ്ഥയിൽ കൊണ്ടുവന്നിടുന്നത്. ഈ ഭയം അവർ മാറ്റിയേ പറ്റൂ. മാറ്റിയില്ലെങ്കിൽ മിസ്റ്റർ ഫൈസി പറഞ്ഞ പോലെ വലിയൊരു പരിതാപകര അവസ്ഥ കോൺഗ്രസിനുണ്ടാവും.